ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി കഴിഞ്ഞ മാസം ജൂലൈ 23-ാം തീയതി 25,219 എന്നുള്ള ഒരു ലെവലിൽ നിന്നും നെക്സ്റ്റ് ഡേ, അതായത് ജൂലൈ 24-ന് 25,062 വരികയുണ്ടായി. അതിനുശേഷം ജൂലൈ 25-ാം തീയതി അത് 24,837 കൂപ്പുകുത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ 18ഓളം ട്രേഡിംഗ് സെഷനിൽ 25,000-ന് താഴെ മാത്രമേ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡിൽ കിടക്കുകയായിരുന്ന നിഫ്റ്റി ഇപ്പോൾ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000-ന് മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ ആണ്. പൊതുവേ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് 25,000-ന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മൊമെൻറ്റം നമ്മൾ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാമെന്നാണ്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള FII സെല്ലിങ്ങിലും ചെറിയൊരു കുറവ് വന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം GSTയുമായി ബന്ധപ്പെട്ട റാലി നടന്ന ദിവസം FIIs നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അവർ 550 കോടിയുടേതാണെങ്കിലും നേരിയൊരു ബൈങ് നടത്തിയിരുന്നു. അതുപോലെ ഇന്നലെ അവരുടെ സെല്ലിങ് 634 കോടി എന്നുള്ള ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ ആ ഒരു FIIസിൻ്റെ സെല്ലിങ്ങിൻ്റെ ആ ഒരു മൊമെൻറ്റം കുറച്ച് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇതുകൂടാതെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് പൊതുവെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ആ ഒരു ഫിയർ സോണിൽ നിന്നും മെല്ലെ മെല്ലെ അത് ഗ്രീഡി സോണിലേക്ക്, അതിൻ്റെ ബോർഡറിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഇന്ന് കാണാൻ കഴിയും. അതുപോലെ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൂചനകൾ ഉണ്ട് എന്ന് കാണിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് F&O മാർക്കറ്റിൽ അഥവാ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ കാണുന്നത് 25,000 എന്ന ലെവലാണ്. അതുപോലെ കോൾ സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 25,500 അപ്പോൾ മാർക്കറ്റിന്റെ ഒരു റേഞ്ച് 25,000-നും 25,500-നും ഇടയിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഒരു ലെവലിൽ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരണം. അതുകൂടാതെ ഇന്ന് US ഫെഡ് റിസർവിൻ്റെ മിനിറ്റ്സ് പ്രസിദ്ധീകരിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ കഴിഞ്ഞ FOMC മീറ്റിങ്ങിൽ ആ മിനിറ്റ്സിൽ ആരൊക്കെയാണ് വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയത്, അതുപോലെ ഫ്യൂച്ചറിൽ റേറ്റ് കട്ട് സാധ്യതകൾ എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു കമൻട്രി നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫ്യൂച്ചർ റേറ്റ് കട്ടിൻ്റെ സാധ്യതകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതുകൂടാതെ ട്രംപ് അഗ്രസീവായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന റഷ്യ-ഉക്രൈൻ വാർ അതൊരു പരിസമാപ്തിയിൽ എത്തുമോ ഇല്ല എന്നുള്ളതും തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ ആ ഒരു മൊമെൻറ്റം നിലനിർത്താൻ ചിലപ്പോൾ സഹായിച്ചേക്കും. അപ്പോൾ ഇന്ന് നമ്മൾ NSE സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 1,711 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തു, 1,263 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് ഡേയ്സിലായിട്ട് നമ്മൾ കാണുന്നത് അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതലായിട്ട് കാണുന്നത്. നിഫ്റ്റിയിലെ ഇൻഡെക്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി FMCG, അതുപോലെ നിഫ്റ്റി IT, നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സുകളിൽ ഇന്ന് 1% കൂടുതലുള്ള മൂവ് നടന്നതായിട്ട് കാണാം. അപ്പോൾ അവയിൽ IT സെഗ്മെന്റിൽ ഉണ്ടായിട്ടുള്ള മൂവ് എടുത്തു പറയത്തക്ക ഒരു മൂവാണ്. അപ്പോൾ പൊതുവെ മാർക്കറ്റിൽ ഇപ്പോൾ അണ്ടർ പെർഫോം ചെയ്ത് നിൽക്കുന്ന ഒരു സെക്ടറാണ് IT സെക്ടർ. അപ്പോൾ IT സെക്ടറിൽ ഒരു ചലനം ഉണ്ടാവുക എന്നത് അത് ഒരു നിർണായകമായ ഒരു മാറ്റമാണ്. അപ്പോൾ ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സ് ആണ് ഏറ്റവും അധികം മുന്നോട്ട് പോയത്. 2.69% അപ്സൈഡ് മൂവ് നടത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു IT ഇൻഡെക്സിലുള്ള 10 ലാർജ് സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് എന്നും നമുക്ക് കാണാം. അപ്പോൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന US ഗ്ലോബൽ ക്യൂസ്, അതുപോലെ റേറ്റ് കട്ടിൻ്റെ പ്രതീക്ഷകൾ, അതുവഴി IT സ്പെൻഡിങ് വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷ, അതുകൂടാതെ പല ഇന്ത്യൻ IT സ്റ്റോക്കുകളും അതിൻ്റെ വാല്യുവേഷൻ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു വാല്യൂ ബൈയിങ് പ്രത്യേകിച്ച് വാല്യൂ ഇൻവെസ്റ്റേഴ്സ് നടത്തുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചലനമാണ് നമ്മൾ IT ഇൻഡെക്സിൽ കാണുന്നത്. ഇതുകൂടാതെ കൊടാക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് അവരുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് FY26 IT സർവീസ് കമ്പനികളുടെ നെറ്റ് പ്രോഫിറ്റ് 4% വെച്ച് വർദ്ധിക്കുമെന്നാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇൻഫോസിസിന് ഒരു ബൈ റേറ്റിംഗ് കൊടുത്തിരുന്നു. അവർ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് 1,850 എന്ന ലെവലാണ്. അപ്പോൾ ഇന്ന് IT ഇൻഡെക്സിൽ ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്തതും ഇൻഫോസിസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിഫ്റ്റി ഫൈനാൻഷ്യൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഒരു സെക്ടറാണ് IT സെക്ടർ. അപ്പോൾ IT ഇൻഡെക്സിൽ ഒരു റാലി നടന്നാൽ മാത്രമേ നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഇൻഫോസിസും എംഫസിസ്, കോഫോജ് പോലെയുള്ള 3 സ്റ്റോക്കുകൾ 3% കൂടുതൽ അപ്സൈഡ് പോയതായിട്ട് കാണാം. അതുപോലെ ഇന്ത്യയുടെ നമ്പർ 1 ലീഡിംഗ് IT കമ്പനിയായ TCS അത് അതിൻ്റെ ആ ഒരു 3000 എന്നുള്ള ബോട്ടം ഫോം ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇന്നത് 2.6% മുകളിലേക്ക് പോയിക്കൊണ്ട് ആ ബോട്ടത്തിൽ നിന്നൊരു തിരിച്ചുവരവിൻ്റെ സൂചനകൾ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒല ഇലക്ട്രിക് എന്ന് പറയുന്ന സ്റ്റോക്ക് ഇന്ന് 18% അപ്സൈഡ് പോവുകയുണ്ട്. ഇന്ന് നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ ഏറ്റവും വലിയ റാലി നടന്നത് ഒല ഇലക്ട്രിക്കിലാണ്.
അപ്പോൾ ഒല ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അനൗൺസ്മെൻറ്റ് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ സങ്കൽപ്പ് എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സിഇഒയും MDയുമായിട്ടുള്ള ഭവിഷ് അഗർവാൾ പറഞ്ഞത് ഈ 2 വീലർ EV മാർക്കറ്റിൽ 25 മുതൽ 30% വരെയുള്ള ഒരു മാർക്കറ്റ് ഷെയറാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മറ്റൊരു അനൗൺസ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ ഒല ഇലക്ട്രിക് സ്വയം വികസിപ്പിച്ചെടുത്ത ലിത്യം അയൺ സെൽ 4680 ഭാരത് സെൽ എന്ന് പറയുന്ന ഈ ഒരു ബാറ്ററി അവർ ഇലക്ട്രിക് 2 വീലറുകളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ഫെറൈറ്റ് മോട്ടോഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങും ഇവർ ഈ Q3 ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫെറൈറ്റ് മോട്ടോഴ്സിൻ്റെ ഒരു പ്രത്യേകത റയർ എർത്ത് മെറ്റൽസ് ആവശ്യമില്ലാത്ത ഒരു ഫ്രീ മോട്ടോർ പ്രൊഡക്ഷനാണിത്. അപ്പോൾ നിലവിലെ ഓട്ടോ സെഗ്മെൻറ്റിൽ റയർ എർത്ത് മെറ്റൽസ് ചൈന ബാൻ ചെയ്തതോടുകൂടി വന്നിട്ടുള്ള ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ഈ ഒരു ഫെറൈറ്റ് മോട്ടോർ EVകൾ സഹായിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചില ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഈ ഒരു ഒല ഇലക്ട്രിക്കിൽ നടന്നതുകൊണ്ടാണ് അവിടെ ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സ് നന്നായിട്ട് വർദ്ധിക്കുകയും സ്റ്റോക്ക് ഇപ്പോൾ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഇന്ന് 12% ഫോളോ കടന്ന ഒരു സ്റ്റോക്കാണ് നസാര ടെക്നോളജീസ്. അങ്ങനെ നസാര ടെക്നോളജി ഓൺലൈൻ ഗെയിമിംഗ് രംഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. ഇപ്പോൾ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ള ഓൺലൈൻ ഗെയിമിംഗ് ബിൽ അത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ 800 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇവരുടെ പോക്കർ ബാസി എന്ന് പറയുന്ന ഓൺലൈൻ ഗെയിം അതിൽ ഓൾറെഡി ഇവർ 600 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ ഗെയിമിങ്ങിനെ ബാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ബില്ലാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു റവന്യൂ സ്ട്രീമിന് വലിയ തോതിലുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ ബില്ല് ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ഈ ഒരു ഓൺലൈൻ ബില്ലിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ക്ലോസുകൾ നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് സ്പോർട്സിനെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ സ്പോർട്സ് എന്നതിന് കൃത്യമായ നിർവചനവും അവർ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ സ്പോർട്സിനെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നതും അതുപോലെ സോഷ്യൽ അതുപോലെ എഡ്യൂക്കേഷണൽ ഗെയിംസിനെയൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എന്നാൽ പണം ഇൻവോൾവ് ആയിട്ടുള്ള ഓൺലൈൻ ഗെയിംസ്, വാതുവെപ്പുകൾ, അതുപോലെ ഇല്ലീഗലായിട്ടുള്ള ബെറ്റിങ്, ഇത്തരത്തിലുള്ള സമൂഹത്തിന് വളരെ ദോഷകരമായി ബാധിക്കുന്ന അതുപോലെ ജനങ്ങളെ ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് തള്ളിവിടുന്ന ഇത്തരത്തിലുള്ള ഓൺലൈൻ ഗെയിമിങ്ങിനെ പൂർണ്ണമായിട്ട് ബാൻ ചെയ്തതായിട്ടാണ് ആ ബില്ലിൽ പറയുന്നത്. അതുകൂടാതെ ഒരു ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി നിയമിക്കപ്പെടാൻ പോവുകയാണ്. ഈ റെഗുലേഷൻ അതോറിറ്റി ആയിരിക്കും ആ ഒരു ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ ലീഗലായിട്ടും ഇല്ലീഗലായിട്ടുള്ള ആസ്പെക്റ്റുകളൊക്കെ നിർവചിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ ഗെയിമുകൾ മാത്രമേ അനുവദിക്കപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ബില്ലിൽ കഠിനമായ ശിക്ഷകളാണ് ഇത്തരം ഓൺലൈൻ മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചൂതാട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓൺലൈൻ ഗെയിമിങ്ങിന് അതിനെതിരെ അതിൽ പരസ്യം നിൽക്കുന്നവരും അതിൽ മിഡിൽ മാനായിട്ട് നിൽക്കുന്നവരായാലും ശരി അതിൽ ഇടപഴകുന്നവരുമായാലും ശരി ഇവർക്കെല്ലാം ശക്തമായ ശിക്ഷകളാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നസാര ടെക്നോളജി പോലെയുള്ള ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ ഇത് നെഗറ്റീവായി ബാധിക്കും. എന്നാൽ ഓഫ്ലൈൻ ഗെയിമിംഗ് രംഗത്തുള്ള ഡെൽറ്റ കോർപ്പിനെ ഇത് പോസിറ്റീവായിട്ടാണ് ഗുണം ചെയ്തിട്ടുള്ളത്. കാരണം വാതുവെപ്പുകാർക്ക് ഒരേ ഒരു ചോയ്സ് ഉള്ളത് ഇപ്പോൾ ഈ കാസിനോസ് മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു മൂവ് ഡെൽറ്റ കോർപ്പിലും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും വരാൻ പോകുന്ന ഈ GSTയുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഓൺലൈൻ ഗെയിമിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാതുവെപ്പ് കാസിനോകളൊക്കെ അത് 40% എന്നുള്ള GST സ്ലാബിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളെ കൂടുതൽ പിടിമുറുക്കാനാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇന്ന് അതുപോലെ മാർക്കറ്റിൽ നടന്ന റിഗാൽ റിസോഴ്സസിൻ്റെ IPO ലിസ്റ്റിംഗ് അത് വമ്പിച്ച ഒരു ഗെയിനാണ് നേടിയത്. 39% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ അത് നേടുകയുണ്ടായി. എന്നാൽ പിന്നീട് ആ മൊമെൻറ്റം നഷ്ടപ്പെടുകയും നല്ല തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയും 29% ഫൈനലായിട്ടുള്ള ഒരു ഡേ ക്ലോസിംഗ് ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 101 എന്ന പ്രൈസിലുണ്ടായിരുന്ന സ്റ്റോക്കാണ് 148 ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 131 നിൽക്കുകയാണ്. ഇപ്പോൾ ഈ റിഗാൾ റിസോഴ്സസ് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പ്രധാനമായിട്ടും മെയ്സ് അഥവാ ചോളത്തിൽ നിന്ന് അതിൻ്റെ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങുമാണ് ഇവർ നടത്തുന്നത്. അതുകൂടാതെ വാല്യൂ ആഡഡ് മെയ്സ് പ്രൊഡക്റ്റുകളും ഇവർ മാർക്കറ്റിൽ വിപണനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.